ഹലോ എവരിവൺ, എവർക്കും ഐ+ ട്രെയിനിങ് സൊല്യൂഷൻസിലേക്ക് സ്വാഗതം. വില്യം ഷേക്സ്പിയറിൻ്റെ 12th നൈറ്റ് എന്ന റൊമാൻറ്റിക് കോമഡി പ്ലേ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഒന്നാമത്തെ ആക്ട് കേട്ടോ, ഒന്നാമത്തെ സീനല്ല, ആക്ട് 1 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ആക്ട് 1-ൽ 5 സീനുകളാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ വളരെ ചുരുക്കിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. കഴിയുന്ന ആളുകൾ പൂർണ്ണമായിട്ടുള്ള പ്ലേ വായിച്ചു നോക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ സീൻ 1-ൽ നടക്കുന്നത് കൗണ്ട് ഓൾസീനോ എന്ന് പറയുന്നത് ഇലീരിയയിലെ ഡ്യൂക്കാണ് എന്ന് നമ്മൾ ക്യാരക്ടേഴ്സിനെ കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പം ഇലീരിയയിലെ ഡ്യൂക്കായിട്ടുള്ള ഓൾസീനോ ഒലീവിയ എന്ന തൻ്റെ ലവറിനെ കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കുന്ന ഒരു രംഗമാണ് തുടക്കത്തിൽ വരുന്നത്. അപ്പം അതിൽ ആദ്യത്തെ ആ ഒരു ഡയലോഗൊക്കെ ഒന്ന് ഓർക്കുക. കൗണ്ട് ഓൾസീനോ ഓഫ് ഇലീരിയ ഈസ് ഇൻട്രൊഡ്യൂസ്ഡ്. ഹി ലാമെന്റ്സ് ദാറ്റ് ഹി ഈസ് ലവ് സിക്ക് ആൻഡ് വിഷസ് ദാറ്റ് ഇഫ് മ്യൂസിക് ബി ദ ഫുഡ് ഓഫ് ലവ് ഹി കുഡ് കിൽ ഹിസ് അൺറിക്വസ്റ്റഡ് ലവ് ത്രൂ ആൻ ഓവർഡോസ് ഓഫ് മ്യൂസിക്. അദ്ദേഹം തുടക്കത്തിൽ തൻ്റെ ഒപ്പം ഉള്ള ആളുകളോട് പറയുന്നുണ്ട്, സ്നേഹത്തിൻ്റെ ഭക്ഷണം അത് സംഗീതമാണെങ്കിൽ എനിക്ക് വീണ്ടും വീണ്ടും ആ ഒരു സംഗീതം ഒന്ന് കേൾപ്പിച്ചു തരൂ. എനിക്ക് സ്നേഹം തിരിച്ചു കിട്ടുന്നില്ല, അല്ലേ? അൺറിക്വയർഡ് ആണ്, അല്ലേ? അൺറിക്വയറ്റഡ് എന്ന് പറഞ്ഞാൽ തിരിച്ചു കിട്ടാത്ത സ്നേഹം എൻ്റെ മനസ്സിൽ സങ്കടമുണ്ടാക്കുന്നു. അത് ശമിപ്പിക്കുന്നതിന് വേണ്ടി ആഹാരം കൊണ്ട് വിശപ്പകറ്റുന്നത് പോലെ സ്നേഹത്തിൻ്റെ ദാഹം അകറ്റാൻ എനിക്ക് പാട്ട് കേൾപ്പിച്ചു തരൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കൗണ്ട് ഓൾസീനോയുടെ സ്നേഹത്തിൻ്റെ ആ ഒരു ഡെപ്ത് സൂചിപ്പിക്കുന്ന ഒരു ഡയലോഗാണ്. ഈ ഡയലോഗോട് കൂടിയാണ് നമ്മുടെ പ്ലേ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ തുടക്കത്തിൽ അദ്ദേഹത്തിനോടൊപ്പം അദ്ദേഹത്തിൻ്റെ സെർവൻ്റ് ആയിട്ടുള്ള ക്യൂരിയോ ഉണ്ട്. ക്യൂരിയോ ആസ്ക് ഓൾസീനോ ഇഫ് ഹി വിൽ ഗോ ആൻഡ് ഹണ്ട്. നമുക്കൊന്ന് വേട്ടയ്ക്ക് പോയാലോ? പണ്ടൊക്കെ രാജാക്കന്മാർ ഹണ്ടിന് പോകുന്നൊരു ശീലമുണ്ട്, അല്ലേ? അപ്പോൾ അതേപോലെ നമുക്ക് വേട്ടയ്ക്ക് പോയാലോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഓൾസീനോ ചോദിക്കുന്നു, എന്തിനെ വേട്ടയാടാൻ പോകണം? അപ്പോൾ ക്യൂരിയോ പറയുന്നുണ്ട്, നമുക്ക് ഹാർട്ട് അഥവാ HART ഹാർട്ടാണ്, മാനിനെ വേട്ടയാടാൻ വേണ്ടി പോകാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഓൾസീനോ ഇപ്പോൾ അതിന് തനിക്ക് താല്പര്യമില്ല. ഓൾസീനോ ആൻസേഴ്സ് വിത്ത് അനദർ ലവ് ലോൺ റിപ്ലൈ അബൌട്ട് ഹൗ ഹിസ് ലവ് ഫോർ ദ ലേഡി ഒലിവിയ ഹാസ് ബീൻ ടിയറിങ് ഹിം എ പാർട്ട്. താനിപ്പോൾ അതിന് പറ്റിയൊരു രീതിയിലൊന്നുമല്ല, എനിക്ക് ഒലീവിയോടുള്ള എൻ്റെ സ്നേഹം അവൾ തിരിച്ചറിയുന്നില്ല, അത് കാരണമായിട്ട് ഞാൻ മാനസികമായി തളർന്നു നിൽക്കുകയാണ്, എൻ്റെ മനസ്സും ആത്മാവുമൊക്കെ തകർന്നു നിൽക്കുകയാണ് എന്ന രീതിയിൽ റിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ തുടക്കത്തിൽ തന്നെ പ്രണയം തിരിച്ചു കിട്ടാത്ത ഓൾസീനോയുടെ ആ ഒരു ദുഃഖത്തെക്കുറിച്ചാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ക്ലിയർ? അപ്പോൾ ആദ്യം ഓൾസീനോയുടെ സെർവൻ്റ് ആയിട്ടുള്ള ക്യൂരിയോയാണ് അദ്ദേഹത്തെ വേട്ടയാടാൻ പോയാലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സിലെ സങ്കടം ശമിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. പിന്നീട് അങ്ങോട്ട് അദ്ദേഹത്തിൻ്റെ മറ്റൊരു സെർവൻ്റ് ആയിട്ടുള്ള വാലന്റൈൻ കടന്നു വരുന്നു കേട്ടോ. വാലന്റൈൻ, whom Orsino sent to give his affections to Olivia, returns. Valentine was not allowed to speak directly to Olivia, but Olivia sent a message via her handmaiden that Olivia will continue to mourn her dead brother and will neither allow Orsino to see her or to woo her. അപ്പോൾ വാലന്റൈൻ, ഓർത്തിരിക്കുക, തുടക്കത്തിൽ ഒലീവിയയുടെ പക്കൽ സ്നേഹം അറിയിക്കുന്നതിന് വേണ്ടി, ലവ് മെസ്സേജ് അറിയിക്കുന്നതിന് വേണ്ടി പറഞ്ഞയക്കുന്നത് വാലന്റൈൻ എന്ന മെസ്സഞ്ചറിനെയാണ്. അത് സക്സസ് ആകുന്നില്ല. വാലന്റൈനെ നേരിട്ട് കാണാൻ പോലും ഒലീവിയ തയ്യാറാകുന്നില്ല. അപ്പോൾ വാലന്റൈൻ വന്നുകൊണ്ട് പറയുകയാണ്, ഞാൻ ഒലീവിയെ കാണാൻ പോയി, നിങ്ങളുടെ മെസ്സേജുമായിട്ട്, ഡ്യൂക്കിൻ്റെ മെസ്സേജുമായിട്ട് ഞാൻ അങ്ങോട്ട് പോയി, പക്ഷേ എന്നെ നേരിട്ട് സംസാരിക്കാൻ അനുവദിച്ചില്ല. പക്ഷേ നിങ്ങൾക്ക് വേണ്ടിയുള്ള റിപ്ലൈ, എൻ്റെ ഡ്യൂക്കിന് വേണ്ടിയുള്ള റിപ്ലൈ ഒലീവിയയുടെ ഒരു ഹാൻഡ് മെയ്ഡിൻ്റെ കയ്യിലേക്ക് കൊടുത്തു വിട്ടിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞ മെസ്സേജ് ഇങ്ങനെയാണ്: തൻ്റെ സഹോദരൻ ഈ അടുത്ത് മരിച്ചു പോയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മരണത്തെ ഓർത്ത് 7 വർഷം വിലാപം ആചരിക്കാൻ വേണ്ടി ഒലീവിയ തീരുമാനിക്കുകയാണ്. അപ്പോൾ ഓൾസീനയെ കാണുകയോ ഓൾസീനയുടെ സ്നേഹാഭ്യർത്ഥന സ്വീകരിക്കുകയോ ചെയ്യില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ 7 വർഷത്തേക്ക് ഇനി ഒരു തരത്തിലും വിവാഹബന്ധത്തിലോ പ്രണയബന്ധത്തിലോ ഏർപ്പെടില്ല എന്ന് ഒലീവിയ ശപഥമെടുത്തിരിക്കുകയാണ്. അപ്പോൾ 7 വർഷം എന്ന് പറയുന്നത് ചെറിയൊരു കാലയളവല്ലല്ലോ. അപ്പോൾ ഇത് കേട്ടപ്പോൾ ഓൾസീനയ്ക്ക് വീണ്ടും സങ്കടമായി.
Orsino laments that Olivia does not hold the same deeply felt love that he professes to have. എനിക്ക് ഒലീവിയോട് തോന്നുന്ന ആ ഒരു സ്നേഹത്തിൻ്റെ തീവ്രത ഒലീവ തിരിച്ചറിയുന്നില്ല. എന്നെ തിരിച്ച് സ്നേഹിക്കാൻ ഒലീവയ്ക്ക് കഴിയുന്നില്ല എന്നൊക്കെ ഓർത്ത് നമ്മുടെ ഓർസീനോ സങ്കടപ്പെടുകയാണ്. അപ്പോൾ ഇതാണ് സീൻ 1. സീൻ 1 നമുക്ക് പറഞ്ഞു തരുന്നത് ഓർസീനയ്ക്ക് എത്രമാത്രം തീവ്രമായിട്ട് ഒലീവിയോട് സ്നേഹമുണ്ട് എന്നും ഒലീവിയ എത്ര നിഷ്കരുണമായിട്ടാണ് ഓർസീനോയുടെ സ്നേഹത്തെ തള്ളിക്കളയുന്നത് എന്നുമാണ് നമുക്ക് സീൻ 1 കാണാൻ പറ്റുന്നത്. ഇനി സീൻ 2 വരുന്ന സമയത്ത് ഓരോ സീനിലും ആ കഥ നടക്കുന്ന പ്ലേസ് ഷിഫ്റ്റ് ആവുകയാണ്. ഇപ്പോൾ ആദ്യം നമ്മൾ കണ്ടത് ഓർസീനോയുടെ കൊട്ടാരത്തിലാണ്. രണ്ടാമത് സീൻ കാണാൻ പോകുന്നത് ഇലീരിയയിൽ തന്നെയാണ്. പ്ലേസ് ഇലീരിയയിൽ തന്നെയാണ്, പക്ഷെ ഒരു സീ ഷോറാണ് രംഗം. അവിടെ കപ്പൽ തകർന്ന് രക്ഷപ്പെട്ട് ആ ഒരു കടൽ തീരത്തെത്തിയ വയോലയും ഒരു സീ ക്യാപ്റ്റൻ, പേരറിയാത്തൊരു സീ ക്യാപ്റ്റൻ്റെയും ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, so Viola lands in Illyria after a terrible shipwreck in which she was separated from twin brother Sebastian. അപ്പോൾ വയോലയും സെബാസ്റ്റ്യനും കപ്പലിൽ യാത്ര ചെയ്യുകയായിരുന്നു. വയോളയുടെ ട്വിൻ ബ്രദറാണ് സെബാസ്റ്റ്യൻ. രണ്ടുപേരും കാണാൻ ഒരുപോലെയാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ രണ്ടുപേരും കാണാൻ ഒരുപോലെയാണ്. ഒരാൾ പുരുഷനാണ്, ഒരാൾ സ്ത്രീയാണ് എന്ന വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ കപ്പൽ തകർന്ന് വയോല മാത്രമാണ് ലാൻഡിലേക്ക് എത്തിയിട്ടുള്ളത്, സെബാസ്റ്റ്യൻ എത്തിയിട്ടില്ല. സോ വയോല ഹോപ്സ് ദാറ്റ് ഹെർ ബ്രദർ വാസ് സേവ്ഡ് ആസ് ഹി വാസ്. അപ്പോൾ വയോലയ്ക്ക് ഒരു പ്രതീക്ഷയുണ്ട്, ഞാനിപ്പോൾ രക്ഷപ്പെട്ടതുപോലെ എൻ്റെ സഹോദരൻ ഒരു പക്ഷേ രക്ഷപ്പെട്ടിട്ടുണ്ടാകാം എന്നൊരു പ്രതീക്ഷ അവർക്കുണ്ട്. The captain, who also managed to get ashore, tries to console her of the hopes of finding her brother alive. അപ്പോൾ നമ്മുടെ സീ ക്യാപ്റ്റനും ഒലീവിയെ ഒന്ന് സമാധാനിപ്പിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പേടിക്കേണ്ട, നിൻ്റെ സഹോദരനും രക്ഷപ്പെട്ടിട്ടുണ്ടാകാം. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, നിൻ്റെ സഹോദരൻ ഈ കപ്പൽ തകർന്ന സമയത്ത് അദ്ദേഹം ഒരു തടി കഷ്ണത്തിൽ, കപ്പലിലെ ഒരു തടി കഷ്ണത്തിൽ സ്വയം വളരെയധികം നമ്മൾ പറയില്ലേ ക്ലിങ് ചെയ്തിരിക്കുക, അഡ്ഹെയർ ചെയ്ത് നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ പണ്ടത്തെ ഒരു ഗ്രീക്ക് മിത്തോളജിയിലൊരു ക്യാരക്ടർ ഉണ്ട്. ആ ഒരു ക്യാരക്ടർ ഒരു ഡോൾഫിൻ്റെ പുറത്ത് കയറി രക്ഷപ്പെടുന്നത് പോലെ അദ്ദേഹം ആ ഒരു മാസ്റ്റിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു എന്ന രീതിയിൽ അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. സോ ദ ക്യാപ്റ്റൻ റിക്കോൾഡ് സീയിങ് ഹെർ ബ്രദർ ഇൻ ദ വാട്ടർ ആഫ്റ്റർ ദ ഷിപ്പ്‌വ്രെക്ക് ക്ലിങ്ങിങ് ഓൺ ടു എ മാസ്റ്റ് ആൻഡ് റൈഡിങ് എബോവ് ദ വേവ്സ്. അപ്പോൾ ഒരു ഗ്രീക്ക് മിത്തോളജിയിൽ വരുന്നൊരു ക്യാരക്ടറാണ്. ആ ക്യാരക്ടറിനെ എന്ത് ചെയ്യുന്നു, ഒരു സംഗീതജ്ഞനായിട്ടുള്ള ക്യാരക്ടറാണ്. അദ്ദേഹത്തെ എല്ലാവരും കൂടി ചേർന്ന് കടലിൽ ഉപേക്ഷിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മ്യൂസിക് പ്ലേ ചെയ്യുമ്പോൾ അതിൽ അട്രാക്റ്റഡ് ആയിട്ട് ഡോൾഫിൻസൊക്കെ വന്ന് അദ്ദേഹത്തെ പുറത്ത് കയറ്റിക്കൊണ്ട് രക്ഷിക്കുന്ന ഒരു രംഗമുണ്ട്. അപ്പം അതുപോലെ തൻ്റെ സഹോദരൻ സെബാസ്റ്റ്യൻ ഒരു തടി കഷ്ണത്തിൻ്റെ മുകളിൽ കയറി അതിങ്ങനെ തിരമാലയ്ക്ക് കുറുകെ തുഴങ്ങി പോകുന്നത് ഞാൻ കണ്ടു എന്ന് പറഞ്ഞ് നമ്മുടെ വയോലയെ ആ ഒരു സീ ക്യാപ്റ്റൻ ഒന്ന് സമാധാനപ്പെടുത്തുന്നതിന് വേണ്ടി ശ്രമിക്കുകയാണ്. Then as it happens, the captain is from Illyria and tells Viola of Count Orsino, so of his love of Lady Olivia. The captain also mentions Olivia's recent loss of both her father and her brother, and Viola having lost her brother as well. Commiserates with Olivia's situation. അപ്പോൾ സെബാസ്റ്റ്യൻ ജീവനോടെ ഉണ്ടാകും എന്ന രീതിയിൽ രണ്ടാളുകളും പറഞ്ഞ് ആശ്വസിച്ചുകൊണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം എന്ന ചർച്ചയാണ് പിന്നീട് നടക്കുന്നത്. അപ്പോൾ വയോല ചോദിക്കുന്നു, ഇതേതാണ് സ്ഥലം എന്ന് താങ്കൾക്ക് അറിയുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ക്യാപ്റ്റൻ പറയും, അതെ ഈ സ്ഥലം എനിക്കറിയാം, ഇതെൻ്റെ സ്ഥലമാണ്, ഇത് ഇലീരിയാണ് ഈ സ്ഥലം. ഇവിടെ ഒരു ഡ്യൂക്ക് ഉണ്ട്, ഡ്യൂക്കിൻ്റെ പേര് ഓർസീനോയാണ്, അദ്ദേഹം വളരെ നല്ലൊരു ഡ്യൂക്കാണ് എന്ന് പറയുന്നു. അപ്പോൾ നമ്മുടെ വയോല പറയുന്നുണ്ട്, എനിക്കറിയാം, അദ്ദേഹത്തെക്കുറിച്ച് എൻ്റെ അച്ഛൻ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അദ്ദേഹം അവിവാഹിതനാണെന്നാണ് എൻ്റെ അച്ഛൻ പറഞ്ഞിട്ടുള്ളത്, ഇപ്പോഴും അൺമാരീഡ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സീ ക്യാപ്റ്റൻ പറയും, അതെ എൻ്റെ അറിവനുസരിച്ച് അദ്ദേഹം ഇപ്പോഴും അൺമാരീഡ് ആയിരിക്കണം, കാരണം അദ്ദേഹം സ്നേഹിക്കുന്നത് ഒലീവിയ എന്ന് പറയുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വളരെ നല്ല ഒരു പെൺകുട്ടിയെയാണ്. പക്ഷേ ഇതുവരെ ഒലീവിയ ആരുടെ സ്നേഹം സ്വീകരിച്ചിട്ടില്ല? ഡ്യൂക്കിൻ്റെ സ്നേഹം സ്വീകരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഒലീവിയയുടെ അച്ഛനും ബ്രദറും അടുത്തിടെയായിട്ട് മരണപ്പെട്ടു പോയിട്ടുണ്ട്. സോ ഈ മരണത്തെ കുറിച്ചോർത്ത് വിലാപം രേഖപ്പെടുത്തുന്നതിന് വേണ്ടി 7 വർഷത്തേക്ക് ഇനി വിവാഹമോ പ്രണയബന്ധമോ സ്വീകരിക്കില്ല എന്ന ഒരു പ്രതിജ്ഞ ഒലീവിയ എടുത്തിട്ടുള്ളതായിട്ട് ആര് പറയുന്നുണ്ട്? നമ്മുടെ സീ ക്യാപ്റ്റൻ വയോലയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ്.
അപ്പോൾ വയോള പറയുന്നു, നമ്മുടെ ഒലീവയുടെ സാഹചര്യം എന്നെപ്പോലെ തന്നെ ഉണ്ടല്ലോ, അതുകൊണ്ട് ഒലീവയുടെ ഒരു പരിചാരികയായിട്ട് ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവൾ എന്നെ സ്വീകരിക്കുമോ എന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ സീ ക്യാപ്റ്റൻ പറയും അതിന് സാധ്യതയില്ല, ഒലീവിയ അങ്ങനെ പുറത്തു നിന്ന് ആളുകളെയൊന്നും കാണാൻ കൂട്ടാക്കുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ വയോള പറയും അങ്ങനെയാണെങ്കിൽ പ്രൊപ്പോസ് ഷീ സെർവ് ഒഴ്സീന, ഞാൻ ഒഴ്സീനയെ സെർവ് ചെയ്യാം. സിൻസ് ഹീ ഈസ് എ ഗുഡ് ആൻഡ് ജസ്റ്റ് മാൻ, അയാൾ വളരെ നല്ല നീതിമാനായിട്ടുള്ള മനുഷ്യനാണ്. പക്ഷേ പുരുഷ രൂപത്തിൽ പോകുന്നതായിരിക്കും കുറച്ചുകൂടി അക്സെപ്റ്റൻസ് കിട്ടുന്നത് അല്ലേ. ഷീ കോൺസ്പയർസ് വിത്ത് ക്യാപ്റ്റൻ ദാറ്റ് ഷീ മേ ബി പ്രസൻറ്റഡ് ടു ഓൾസീനോ ആസ് എ ഇനേർട്സ്. ഇനേർട്സ് എന്ന് പറഞ്ഞാൽ പണ്ട് കാലങ്ങളിൽ സ്ത്രീകളുടെ അടുക്കൽ മെസ്സേജ് പറഞ്ഞയക്കുന്നതിന് വേണ്ടി സുന്ദരന്മാരായിട്ടുള്ള ചെറിയ ആൺകുട്ടികളെ അയക്കുന്ന പതിവുണ്ടായിരുന്നു. അതാണ് ഇനേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു അറ്റൻഡർ പോലെ അല്ലെങ്കിൽ ഒരു പേജർ പോലെ ഒലീവയുടെ അടുക്കൽ സ്നേഹദൂതുമായിട്ട് പോകാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു മെസ്സഞ്ചറായിട്ട് ഒരു ആക്ട് ചെയ്യാം, എനിക്കൊരു പുരുഷ രൂപത്തിലേക്ക് മാറാം എന്ന് പറയുകയാണ്. ആൻഡ് ദറ്റ് ഹെർ ട്രൂ ഐഡൻറ്റിറ്റി ആസ് എ ഫോറിൻ വുമൻ ബി കൺസീൽഡ്. അങ്ങനെ അവർ വയോള എന്ന സ്ത്രീ ഐഡൻറ്റിറ്റി, അവരുടെ യഥാർത്ഥ ഐഡൻറ്റിറ്റി മറച്ചു വെച്ചുകൊണ്ട് ഒരു പുരുഷൻ്റെ രൂപത്തിലേക്ക് മാറാൻ തീരുമാനിച്ചു. സീ ക്യാപ്റ്റനും അവളെ സഹായിക്കാമെന്നേറ്റു. അങ്ങനെ ഹി ലീഡ്സ് ഹെർ ടു ഓഴ്സീനോ, പുരുഷ രൂപത്തിലേക്ക് മാറ്റി ഓഴ്സീനോയുടെ മുന്നിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഒരുങ്ങുകയാണ്. അങ്ങനെ വയോള അവിടെ വെച്ച് പുരുഷ രൂപത്തിലേക്ക് മാറുന്നു. ആ പുരുഷ രൂപത്തിൻ്റെ പേരാണ് സിസേറിയോ. ഓക്കെ അല്ലേ? അപ്പോൾ ആക്ട് 1 സീൻ 2 നമ്മൾ പറഞ്ഞത് നമ്മുടെ വയോള കടലിൽ വെച്ച് കപ്പൽ തകർന്ന് തീരത്തടിയുന്നു. ഇലീരിയയിലാണ് വരുന്നത്. അപ്പോൾ അവിടെ ഓഴ്സീനോയുടെ ഒരു അറ്റൻഡർ ആകുന്നതിന് വേണ്ടി ഒരു പുരുഷ രൂപത്തിലേക്ക് മാറുന്നു. ഇതാണ് നമ്മുടെ മെയിൻ പ്ലോട്ടിലെ പ്രധാനപ്പെട്ട ഇൻസിഡൻറ്റ്, അവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ആക്ട് 1 സീൻ 3 വരാം. സീൻ 3 ഒരു സബ് പ്ലോട്ടിലേക്കാണ് പോകുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ട് സബ് പ്ലോട്ട് വരുമ്പോൾ മിക്കവാറും ടോബിയും ആൻഡ്രിയും മെരിയയും മാൽവോലിയൊക്കെയാണ് വരുന്നത്. സോ സർ ടോബി, Olivia's drunken uncle, is approached by Olivia's handmaiden Maria about his late hours and disorderly habits. സർ ടോബി ഒലീവിയയുടെ അമ്മാവനാണെങ്കിലും ഒലീവിയെ പോലുള്ള നല്ല സ്വഭാവമൊന്നുമല്ല. ആൾ ഭയങ്കര മദ്യപാനിയാണ്. മദ്യപിച്ച് ഒരു ബോധവുമില്ലാതെ ആൾ കയറി വരുന്നു. ആ സമയത്ത് ഒലീവിയയുടെ സേവിക മരിയ കാണുന്നു. മരിയ വഴക്ക് പറയുന്നുണ്ട്, ശകാരിക്കുന്നുണ്ട്. ഇങ്ങനെ കയറി വന്നു കഴിഞ്ഞാൽ ഇവിടെ പ്രശ്നമാണ്, മിസ്ട്രസ് പ്രശ്നം ഉണ്ടാക്കുമെന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട്. പിന്നെ അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് സംസാരങ്ങളൊക്കെ നടക്കുന്നുണ്ട്. സർ ടോബി പറയും, ഞാൻ നിൻ്റെ മാസ്റ്ററാണ്, ഒരു മാസ്റ്ററിനോട് സംസാരിക്കുന്നത് പോലെയാണോ നീ സംസാരിക്കുന്നത് എന്ന രീതിയിലൊക്കെ കുറേ കോൺവെർസേഷൻസ് ഒക്കെ വരുന്നു. മെരിയ ആൾസോ ഒബ്ജെക്ട്സ് ടു വൺ ഓഫ് സർ ടോബീസ് ഡ്രിങ്കിങ് ബഡീസ്, സർ ആൻഡ്രി ഓസ്കിക്, a rather foolish man who Sir Toby has brought as a potential suitor to Olivia. ഈ കൂട്ടത്തിൽ ഇനി ടോബിയെ കാണാൻ സർ ആൻഡ്രൂ വരുന്നുണ്ട്. അപ്പോൾ സർ ആൻഡ്രൂയെ കുറിച്ച് മരിയയ്ക്കറിയാം, അയാൾ വളരെ സ്റ്റുപ്പിഡായിട്ടുള്ളൊരു വ്യക്തിയാണ്, ഒരു ഫൂളാണ്. പക്ഷേ സർ ടോബി ഒലീവിയയെ വിവാഹം കഴിപ്പിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്, അയാൾ ആഗ്രഹിക്കുന്നത് ആൻഡ്രൂയാണ്. കാരണം ആൻഡ്രൂയെ കൊണ്ട് ഒലീവിയയെ വിവാഹം കഴിപ്പിച്ചു കഴിഞ്ഞാൽ ഒലീവിയയുടെ സമ്പത്തൊക്കെ ആൻഡ്രൂവിലൂടെ കൈക്കലാക്കാൻ പറ്റും എന്ന ഒരു അത്യാർത്ഥി കാരണമായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. കാരണം ഒലീവിയ സർ ടോബിയുടെ പല പ്രവർത്തനങ്ങൾക്കും എതിരാണ്. അപ്പോൾ ഒലീവിയ വിവാഹം കഴിക്കുന്ന ആൾ തൻ്റെ പക്ഷത്താണ് എങ്കിൽ തനിക്ക് ഈസിയാണ് എന്ന രീതിയിലാണ് ആൻഡ്രൂ ആ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. അങ്ങനെ സർ ആൻഡ്രൂവിനെ കുറിച്ച് അവർ സംസാരിക്കുന്നുണ്ട്. ടോബി ആൻഡ്രൂയെ കുറിച്ച് പറയും, അയാൾ ഒരു നൈറ്റാണ്, നല്ലൊരു യോദ്ധാവാണ്, അതുപോലെ അയാൾക്ക് 3-4 ഭാഷകൾ അറിയാം. അങ്ങനെ ആൻഡ്രൂവിൻ്റെ നല്ല വശങ്ങളൊക്കെ പറയാൻ വേണ്ടി ശ്രമിക്കുന്നു. മരിയ അതിനെ നേരെ എതിർത്തുകൊണ്ട് പറയുകയാണ്, അയാൾ ഒരു സ്പെൻഡ് ത്രെഫ്റ്റാണ് അല്ലേ, ഒരു പൈസയൊക്കെ അടിച്ചു പൊളിച്ച് തീർക്കുന്ന ഒരു ധൂർത്തനായിട്ടുള്ള ഒരു വ്യക്തിയാണ്, വിഡ്ഢിയാണ് എന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നു. അപ്പോൾ മരിയ പറയുന്നതാണ് അതിൻ്റെ യഥാർത്ഥ വശം കേട്ടോ. അങ്ങനെ സർ ടോബി ഹാസ് ഗ്രേറ്റ് അഫെക്ഷൻ ഫോർ സർ ആൻഡ്രൂ ബട്ട് മരിയ ഡസ് നോട്ട്. സർ ടോബിക്ക് ആൻഡ്രൂവിനെ ഭയങ്കര കാര്യമാണ്. സർ ടോബിക്ക് മാത്രമാണ് ആൻഡ്രൂവിനെ ഭയങ്കര കാര്യം. ബാക്കി ആളുകൾക്ക് ആൻഡ്രൂ ഒരു ഫൂളാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. സോ എല്ലാവരും മനസ്സിലാക്കിയതുപോലെ ഷീ ബിലീവ്സ് ദാറ്റ്, മരിയ വിശ്വസിക്കുന്നത് സർ ആൻഡ്രൂ ഒരു ഡ്രങ്കേർഡാണ്, ഒരു ഫൂളാണ്, ആൻഡ് നോട്ട് ടു ബി സഫേർഡ്. അയാളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സഹിക്കാൻ പറ്റില്ല. ഒലീവയ്ക്ക് ഒരു നിലയ്ക്കും യോജിച്ചൊരു വരനല്ല സർ ആൻഡ്രൂ. ദെൻ സർ ടോബി അറ്റംപ്റ്റ്സ് ടു ഇൻട്രൊഡ്യൂസ് സർ ആൻഡ്രൂ ടു മരിയ. പിന്നെ അവിടേക്ക് സർ ആൻഡ്രൂ കടന്നു വരുന്നു. അപ്പോൾ സർ ആൻഡ്രൂയും മരിയയും പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി ആര് ശ്രമിക്കുന്നുണ്ട്? സർ ടോബി ശ്രമിക്കുന്നുണ്ട്.
അപ്പോൾ അവിടുത്തെ കോൺവെർസേഷനിൽ തന്നെ സർ ടോബി എത്രമാത്രം വിഡ്ഢിയാണെന്ന് നമുക്ക് മനസ്സിലാകും. അപ്പോൾ സർ ടോബി സർ ആൻഡ്രിയോട് പറയും, ഇതാണ് മരിയ എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയിട്ട് നിങ്ങൾ തമ്മിൽ സംസാരിച്ചു. അക്കോസ്റ്റ് എന്ന് പറയുന്ന ഒരു ടേം യൂസ് ചെയ്യുന്നുണ്ട് തമ്മിൽ സംസാരിക്കാൻ. അപ്പോൾ അക്കോസ്റ്റ് എന്ന് പറയുമ്പോൾ ചാറ്റ് ഹെർ ഹപ്പ് എന്ന അർത്ഥത്തിനാണ് അവളുമായിട്ട് സംസാരിക്കുക. എന്നാൽ സർ ആൻഡ്രൂ വിചാരിച്ചിരിക്കുന്നത് ചാറ്റ് ഹെർ ഹപ്പ് അല്ലെങ്കിൽ അക്കോസ്റ്റ് എന്നുള്ളത് മരിയയുടെ പേരാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് ഹലോ മിസ് അക്കോസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ട്. അത്രയ്ക്കും വിഡ്ഢിയാണ്. നമ്മൾ പറയാറില്ലേ മലയാളം സിനിമകളിലൊക്കെ മിണ്ടാതിരി നല്ല പേരാണെന്ന് പറയുന്നത് പോലെ അത്തരത്തിൽ ഒരു ഫൂളായിട്ടുള്ളൊരു വ്യക്തിയാണ് സർ ആൻഡ്രിയോ എന്ന് നമുക്ക് തുടക്കത്തിൽ തന്നെ മനസ്സിലാകും. പിന്നെ അവിടെ കുറേ വേർഡ് പ്ലേ എൻസ്യൂസ് ഫ്രം എ സീരീസ് ഓഫ് മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഫണ്ട്സ് ഡിഫറിങ് യൂസേജ് ഓഫ് വേർഡ്സ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ വളരെ കോമിക്കലായിട്ടുള്ള കുറേ കോൺവേഴ്സേഷൻസ് അവിടെ നടക്കുന്നുണ്ട്. സർ ആൻഡ്രൂ ഇതിന് എന്തൊക്കെ കഴിവുണ്ട് എന്നൊക്കെ സർ ടോബി ചോദിക്കും. അപ്പോൾ എനിക്ക് നന്നായിട്ട് ഡാൻസ് ചെയ്യാൻ പറ്റും, എനിക്ക് എൻ്റെ മൂവ്മെൻറ്റ്സ് ഒക്കെ വളരെയധികം ഫാസ്റ്റാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ സർ ആൻഡ്രൂവിന് തുടക്കത്തിൽ തന്നെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് വരുന്നുണ്ടല്ലോ. ഞാൻ കുറച്ച് മുന്നേ ബീഫ് കഴിച്ചു, ഒരു പക്ഷേ ആ ഒരു റെഡ് മീറ്റ് കഴിച്ചത് കൊണ്ടായിരിക്കാം എനിക്കൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് വന്നത് എന്നൊക്കെ സർ ആൻഡ്രൂ അതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ വളരെ കോമിക്കലായിട്ടുള്ള കുറേ കോൺവെർസേഷൻസ് അവിടെ നടക്കുന്നു. അപ്പോൾ ഇതൊക്കെ കേട്ട് മരിയ അവിടെ നിന്ന് പോവുകയാണ്. ആൻഡ് സർ ടോബി ആൻഡ് സർ ആൻഡ്രൂ കണ്ടിന്യൂസ് ടു ക്യൂബിൾ വിത്ത് സം അമ്യൂസിങ് റിസൾട്ട്സ്. അറ്റ് ലാസ്റ്റ് ദേ ഡിസൈഡ് ടു സ്റ്റാർട്ട് ഡ്രിങ്കിങ്. അങ്ങനെ സർ ടോബിയും ആൻഡ്രൂയും തമ്മിൽ കുറേ സംഭാഷണങ്ങൾ നടക്കുന്നു. സംഭാഷണത്തിൻ്റെ ഒടുവിൽ നമുക്ക് നമ്മുടെ സമയം എങ്ങനെ ചിലവഴിക്കാം? മദ്യപിച്ചുകൊണ്ട് ചിലവഴിക്കാം. ഇല്ല, അവർ തമ്മിൽ നടക്കുന്ന പല സംഭാഷണങ്ങളും അർത്ഥരഹിതമാണ്. ഒരാൾ നേരത്തെ എഴുന്നേൽക്കുന്നത് എപ്പോഴാണ്? താമസിച്ച് കിടന്നാലാണോ നേരത്തെ കിടന്നാലാണോ? ഒരാൾക്ക് രാവിലെ നേരത്തെ ഉണരാൻ കഴിയുന്നത് എന്ന രീതിയിൽ വളരെ വളരെ കോമിക്കലായിട്ടുള്ള ചില കോൺവെർസേഷൻസ് ആണ് നടത്തുന്നത്. ദെൻ അതിനൊടുവിൽ സർ ആൻഡ്രൂ പറയുന്നു, എന്നാൽ നമുക്കിനി മദ്യപിക്കാം എന്ന് പറയുമ്പോൾ അതിനകത്ത് രണ്ടുപേരും ഒരുമിച്ച് ചേരുന്നു. അങ്ങനെ അവർ മദ്യപിക്കുന്നു. അപ്പോൾ സബ് പ്ലോട്ടിൽ കുറച്ച് സ്റ്റോറീസ് അവിടെ നടക്കുന്നു. ക്ലിയർ? ഇനി സീൻ 4ലേക്ക് വരുമ്പോൾ വീണ്ടും നമ്മുടെ മെയിൻ പ്ലോട്ടിലേക്ക് പോവുകയാണ്. ഇപ്പോൾ നമ്മൾ സീൻ 2-ൽ പറഞ്ഞു നിർത്തിയ ഭാഗത്തു നിന്ന് തുടരുകയാണ്. വയോള ഒരു പുരുഷ രൂപത്തിലേക്ക് മാറി. വയോള ഹാസ് നൗ ഡിസ്ഗൈസ്ഡ് ഹെർസെൽഫ് ആസ് എ ബോയ് സിസേറിയോ എന്ന പേരിൽ ഒരു പുരുഷ രൂപത്തിലേക്ക് മാറിയിട്ടുണ്ട്. ആൻഡ് ഹാസ് ബീൻ ടേക്കൺ ഇൻ ടു ദ സർവീസ് ഓഫ് കൗണ്ട് ഓഴ്സീനോയുടെ മുന്നിലേക്ക് ആളെ കൊണ്ടുചെന്ന് എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ കൗണ്ട് ഓഴ്സീനോയുടെ ഒരു മെസ്സഞ്ചറായിട്ട് ആൾക്ക് ജോലി കിട്ടിയിട്ടുണ്ട്. വാലന്റൈൻ റിമാർക്സ് ദാറ്റ് ഓഴ്സീനോ ആൻഡ് വയോള ആൻഡ് സിസേറിയോ ഹാവ് ബിക്കം ക്ലോസ് ഇൻ ദ ഷോർട്ട് ടൈം ദാറ്റ് വയോള ഹാസ് ബീൻ എംപ്ലോയിഡ്. അപ്പോൾ നമ്മുടെ വയോള ജോയിൻ ചെയ്ത് കുറച്ച് സമയത്തിനകം തന്നെ ഓഴ്സീനോയും നമ്മുടെ വയോള അഥവാ സിസേറിയും തമ്മിൽ നല്ല ഒരു വൈബായിട്ടുണ്ട്, അല്ലെങ്കിൽ നല്ലൊരു ബോണ്ടിങ് ആയിട്ടുണ്ട്. എത്രത്തോളം പലപ്പോഴും മറ്റുള്ള ആളുകളെ മാറ്റി നിർത്തിയിട്ട് വയോളയോട് ആര് തനിച്ച് സംസാരിക്കാറുണ്ട്? നമ്മുടെ ഡ്യൂക്ക് ഓഴ്സീനോ തനിച്ച് സംസാരിക്കാറുണ്ട്. അത്രമാത്രം ഇൻറ്റിമേറ്റ് ആയിട്ടുണ്ട്. ദെൻ ഇൻറ്റീഡ് ഓഴ്സീനോ ഹാസ് ഓൾറെഡി ടോൾഡ് വയോള ഓഫ് ഹിസ് ഗ്രേറ്റ് ലവ് ഫോർ ഒലീവിയ. ഉറപ്പായിട്ടും തൻ്റെ പ്രണയത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടാകും അല്ലേ? അത്രയ്ക്ക് ഡീപ്പായിട്ടുള്ള ഒരാൾ എന്തായാലും പറഞ്ഞിട്ടുണ്ടാകും. അങ്ങനെ ഓഴ്സീനോ ആസ്ക് വയോള ടു ഗോ ടു ഒലീവിയ ആൻഡ് മേക്ക് ഓഴ്സീനോസ് കേസ് ടു ദ ലേഡി. ഹി ബിലീവ്സ് ദാറ്റ് വയോള എന്ന് പറയുമ്പോൾ ഇപ്പോൾ പുരുഷ രൂപത്തിലുള്ള വയോള അതാ സിസേറിയാണ്, മോർ എലക്കൻ ദാൻ ഹിസ് അതർ മെസ്സഞ്ചേഴ്സ് വിൽ സക്സീഡ്. അപ്പോൾ തൻ്റെ സ്നേഹത്തെക്കുറിച്ച് പറയുകയും ഇനി നീ ചെന്നുകൊണ്ട് എനിക്ക് വേണ്ടി ഒലീവിയോട് സംസാരിക്കണമെന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അതിന് കാരണം ഓഴ്സീന പറയുന്നത് ഇതുവരെ വാലന്റൈനെയാണ് അയച്ചിട്ടുണ്ടായിരുന്നത്. വാലന്റൈൻ കുറച്ചുകൂടി പ്രായമുള്ള ആളാണ്. അപ്പോൾ ഒരു പ്രായമുള്ള മെസ്സഞ്ചർ പോയി പറഞ്ഞാൽ സ്വീകരിക്കുന്നതിനേക്കാൾ ഒരു യങ് ആൻഡ് ചാം ആയിട്ടുള്ളൊരു മെസ്സഞ്ചർ പറഞ്ഞാൽ ഒരു പക്ഷേ അതിനൊരു സ്വീകാര്യത കിട്ടും. അതൊരു സൈക്കോളജി കൂടിയാണ് അല്ലേ? റിസപ്ഷനിൽ നിൽക്കുന്ന ആളുകളെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. വളരെ യങ് വളരെ ചാമായിട്ടുള്ള ആളുകളെയാണ് നമ്മൾ റിസപ്ഷൻ അല്ലെങ്കിൽ കസ്റ്റമർ ഡീലിങ്ങിന് വേണ്ടി നിർത്താറ്. അത് കസ്റ്റമേഴ്സിന് ഒരു ഇംപ്രഷൻ കിട്ടുന്നതിന് വേണ്ടിയാണ് അല്ലേ? അപ്പം അതുപോലെ നീ വളരെ ചാമും യങ്ങുമാണ്, അതുകൊണ്ട് നീ പറഞ്ഞാൽ കുറച്ചുകൂടി സ്വീകാര്യത കിട്ടും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വയോള ഞാൻ ചാമായതുകൊണ്ട് ചിലപ്പോൾ സ്വീകരിക്കണമെന്നില്ല, എങ്കിലും ഞാൻ താങ്കൾ പറയുന്നത് അനുസരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് വയോള says she will obey. Although she confesses is an essay that she already feels love for Orsino and would rather be his wife than try to woo Olivia for him. അപ്പോൾ ഞാൻ ഇതൊക്കെ പറഞ്ഞു, ഞാൻ സമ്മതിക്കാം, ഞാൻ നിങ്ങൾ പറയുന്നത് സമ്മതിക്കുന്നുണ്ട്, ഞാൻ എന്ത് ചെയ്യാം, സ്നേഹത്തെക്കുറിച്ച് താങ്കളുടെ ഓർസീനോയുടെ സ്നേഹത്തെക്കുറിച്ച് ഒലിവിയോട് പറയാമെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം വയോള മനസ്സിൽ പറയുകയാണ്,
എത്ര തീവ്രമായിട്ടാണ് ഓൾസീനോ ഒലീവിയെ സ്നേഹിക്കുന്നത് അല്ലേ? എനിക്കിപ്പോൾ ഡ്യൂക്കിനോടൊരു സ്നേഹം തോന്നിയിട്ടുണ്ട്. തൻ്റെ മുന്നിൽ നിൽക്കുന്ന സിസോറിയോ പുരുഷനാണെന്നാണ് ആര് ധരിച്ചിരിക്കുന്നത്? ഓൾസീനോ ധരിച്ചിരിക്കുന്നത്. ഇതൊരു പെൺകുട്ടിയാണെന്ന് ആർക്കറിയില്ല? ഓൾസീനോയ്ക്ക് അറിയില്ല. സോ വയോള മനസ്സിൽ പറയാണ്, എനിക്ക് താങ്കളോട് സ്നേഹം തോന്നി തുടങ്ങിയിട്ടുണ്ട്, ഞാൻ എന്ത് ചെയ്യാം, എനിക്ക് താങ്കളുടെ ഭാര്യയാകാനാണ് കൂടുതൽ ഇഷ്ടം. എന്നിരുന്നാലും നിങ്ങൾ പറഞ്ഞ ഈ ഒരു കാര്യം ഞാൻ എന്ത് ചെയ്യും, കൃത്യമായിട്ടും നിർവഹിക്കും. വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ അവരത് ചെയ്യുന്നുണ്ട്. ദെൻ സീൻ 5 വീണ്ടും നമ്മുടെ സീൻ ഷിഫ്റ്റ് ആവുകയാണ്. നേരെ എവിടേക്ക് പോകുന്നു? ഒലീവിയയുടെ വീട്ടിലേക്കാണ് പോകുന്നത്. അവിടെ നമ്മുടെ ക്ലൗൺ ഫെസ്റ്റേ എന്ന് പറയുന്ന ക്ലൗണിനെ കാണിക്കുന്നു. ഫെസ്റ്റേസ് ഫസ്റ്റ് അപ്പിയറൻസ് ഇൻ ദ പ്ലേ. അപ്പോൾ ആദ്യമായിട്ട് ഫെസ്റ്റേ ദ ജസ്റ്റർ, വിദൂഷകനായിട്ടുള്ള അല്ലെങ്കിൽ ക്ലൗൺ ആയിട്ടുള്ള ഫെസ്റ്റേ അപ്പിയർ ചെയ്യുന്നത് ഒന്നാമത്തെ ആക്ടിലെ 5ാമത്തെ സീനിലാണ്. അൺലൈക്ക് സർ ടോബി ആൻഡ് സർ ആൻഡ്രൂ ഹു മേക്ക് വേർഡ് പ്ലേ ബൈ mincing each other's meanings, Feste is more perspective and quick-witted and gets into entertaining argument with equally quick-witted Maria. സർ ടോബിയും സർ ആൻഡ്രിയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേർഡ് പ്ലേ നടത്തുന്ന സമയത്ത്, സംഭാഷണം നടത്തുന്ന സമയത്ത് അവർ പറയുന്ന പല കാര്യങ്ങളും അർത്ഥശൂന്യമായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഫെസ്റ്റെ പറയുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് ചിന്തിക്കാൻ വക തരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഫെസ്റ്റയുടെ ഭാഗത്ത് നിന്ന് വളരെ വിറ്റീസ് ആയിട്ടുള്ള കുറച്ച് കോൺവെർസേഷൻസ് ഒക്കെ അവിടെ നടക്കുന്നു. അങ്ങോട്ടേക്ക് ഒലീവിയ വരികയാണ്. ഒലീവിയ അങ്ങോട്ടേക്ക് വരുമ്പോൾ വിത്ത് ഹെർ അറ്റൻഡൻസ് ഈ സംവാട്ട് ഡിസ്പ്ലേസ്ഡ് ആൻഡ് ഷോർട്ട് വിത്ത് ഫെസ്റ്റെ. വളരെ സന്തോഷത്തിലൊന്നും അല്ല വരുന്നത്, ഒരു മൂടി ആയിട്ടാണ് ആൾ വരുന്നത്. അവിടെ വന്നിട്ട് ഫെസ്റ്റയെ കണ്ടപ്പോൾ ഒലീവിയ പറയുകയാണ്, ഈ വിഡ്ഢിയെ പുറത്താക്കൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയുകയാണ്. കാരണം ആൾ സങ്കടത്തിലാണല്ലോ. അപ്പോൾ ഫെസ്റ്റെ വിദൂഷകനാണ്. ഫെസ്റ്റെ എന്ത് ചെയ്യില്ല, കാര്യങ്ങൾ സീരിയസ് ആയിട്ട് അപ്രോച്ച് ചെയ്യില്ല. ഒലീവിയ വന്നിട്ട് ഈ വിഡ്ഢിയെ പുറത്താക്കൂ എന്ന് പറയുമ്പോൾ ഫെസ്റ്റെ നേരെ പറയും, സർ ടോബി ആരെങ്കിലും പുറത്താക്കൂ എന്ന രീതിയിൽ പറയും. സർ ടോബിയാണ് ഫൂള്, അപ്പോൾ സർ ടോബിയാണ് ഉദ്ദേശിച്ചതെന്ന രീതിയിൽ ട്വിസ്റ്റ് ചെയ്യാണ്, കാര്യങ്ങളൊന്ന് തമാശ രൂപത്തിലാക്കുകയാണ്. എന്നിട്ട് ഫെസ്റ്റെ ഒലീവിയ പരിഹസിക്കുന്നു. ഒലീവിയ, നീയും ഒരു ഫൂളാണ്. കാരണം നിന്റെ സഹോദരൻ സ്വർഗത്തിലാണോ നരകത്തിലാണോ എന്ന് ചോദിക്കും. അപ്പോൾ എൻ്റെ സഹോദരൻ സ്വർഗത്തിലാണ് എന്ന് പറയുമ്പോൾ ഫെസ്റ്റെ ചോദിക്കും, പിന്നെ എന്തിനാ നീ വിഷമിക്കുന്നത്? നരകത്തിലാണെങ്കിൽ വിഷമിച്ചാൽ പോരെ? നിന്റെ സഹോദരൻ സ്വർഗത്തിലാണെങ്കിൽ സഹോദരൻ്റെ വിയോഗത്തെ ഓർത്ത് ഇത്ര സങ്കടപ്പെടേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒലീവിയയുടെ മനസ്സ് മാറ്റാൻ ഫെസ്റ്റെ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഫെസ്റ്റയുടെ ഡയലോഗ്സിൻ്റെയൊക്കെ പ്രത്യേകത അതൊക്കെയാണ്, നമുക്ക് ചിന്തിക്കാൻ വക നൽകുന്നതാണ്. ഫെസ്റ്റെ സേസ് ഷീ ഈസ് എ ഫൂൾ ഫോർ മോർണിംഗ് ഹെർ ബ്രദർ ഇഫ് ഷീ നോസ് ദാറ്റ് ഹെർ ബ്രദർ ഈസ് ഇൻ ഹെവൻ. അല്ലെ, നിന്റെ ബ്രദർ ഹെവനിലാണ് എങ്കിൽ പിന്നെ എന്തിന് അദ്ദേഹത്തിൻ്റെ വിയോഗത്തെ കുറിച്ച് താങ്കൾ സങ്കടപ്പെടണം? ഇങ്ങനെ സംഭാഷണം മുന്നോട്ട് പോകുമ്പോൾ അവിടേക്ക് സിസേറിയ വരുന്നുണ്ട്. സിസേറിയ arrives at Olivia's house and is admitted. After much waiting, is being examined by both Sir Toby and Malvolio. അപ്പോൾ ഇവിടെ ഓൾസിനോയുടെ ഭാഗത്ത് നിന്ന് പുതിയൊരു മെസ്സഞ്ചർ വരുന്നുണ്ട് എന്ന് മാൽവോലിയോ വന്ന് ഒലീവിയോട് പറയും. അപ്പോൾ ഞാൻ ഉറങ്ങുകയാണ്, എനിക്ക് സുഖമില്ല എന്നൊക്കെ പറയണമെന്ന് പല എക്സ്ക്യൂസും ഒലീവിയ പറയുന്നുണ്ടെങ്കിലും വയോള അഥവാ സിസേറിയോ, പുരുഷവേഷത്തിലുള്ള വയോള, സിസേറിയ, നമുക്ക് സിസേറിയ എന്ന് തന്നെ പറയാം കേട്ടോ. സിസേറിയ പറയാണ്, ഞാൻ നിങ്ങൾ എന്ത് പറഞ്ഞാലും നിങ്ങളുടെ മിസ്ട്രസിനെ കണ്ടിട്ടേ പോവുകയുള്ളൂ എന്ന് വാശി പിടിച്ച് നിൽക്കുന്നു. അവസാനം സിസേറിയ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കുന്നു. അങ്ങനെ ടോബിയും മാൽവോലിയും ഒക്കെ സംസാരിക്കുന്നുണ്ട് ഒലീവിയയുടെ അടുക്കിലേക്ക് വരുന്നതിന് മുന്നേ. അവസാനം വയോളയ്ക്ക് ഒലീവിയെ മീറ്റ് ചെയ്യാൻ അവസരം കിട്ടി. ഒലീവിയെ മീറ്റ് ചെയ്യുമ്പോൾ ഒലീവിയ എന്ത് ചെയ്യുന്നു, ആദ്യം തന്നെ ഒരു വെയിൽ, ഒരു മുഖത്ത് മറച്ചിട്ടാണ് ആൾ സംസാരിക്കുന്നത്. ഒരു ബ്ലാക്ക് ക്ലോത്തും കൊണ്ട് മറച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. കാരണം ആൾ ദുഃഖത്തിലാണല്ലോ, ദുഃഖത്തിലായതുകൊണ്ട് പുറത്തുനിന്ന് ആളുകളെ കാണില്ല. അപ്പോൾ പുറത്തുനിന്ന് ആളുകളെ കാണുമ്പോൾ മുഖത്തൊരു മറയിടാറുണ്ട്. So Viola is brought in to meet Olivia, who finds out Viola is a messenger on Orsino's behalf, and Olivia discourages Viola from wooing her for the count. പിന്നെ അവിടെ സംഭാഷണങ്ങൾ നടത്തുന്നു. സംഭാഷണങ്ങൾ നടത്തുമ്പോഴെല്ലാം ഒലീവിയ ഓർസിനോയുടെ സ്നേഹം സ്വീകരിക്കാൻ തയ്യാറല്ല. ഒലീവിയ പറയുന്നുണ്ട്, ഓർസിനോ വളരെ നല്ല വ്യക്തിയാണ്, അദ്ദേഹം ജെന്റിൽമാനാണ്, അതൊക്കെ എനിക്കറിയാം, പക്ഷെ അദ്ദേഹത്തിൻ്റെ സ്നേഹം ഞാൻ സ്വീകരിക്കില്ല എന്ന് പറയുകയാണ്. അപ്പോൾ വയോള ട്രൈസ് ടു മേക്ക് ഓർസിനോ സ്യൂഡ്, സോ ഒലീവിയ കൗണ്ടേഴ്സ് വിത്ത് ഇല്യൂസീവ് ആൻഡ് വിറ്റീവ് മാക്സ്. ഒലീവിയ ഓർസിനോയുടെ മെസ്സേജ് വയോള പറയുമ്പോഴെല്ലാം അതിനെ പ്രതിരോധിക്കുന്നുണ്ട്. നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ ആ ഒരു സ്നേഹത്തിൻ്റെ മുന്നിൽ കീഴടങ്ങില്ല എന്ന രീതിയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ വയോളയുടെ കോൺവെർസേഷൻ ഒലീവിയയെ നന്നായിട്ട് അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒലീവിയ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ആരാണ്, നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്, നിങ്ങളുടെ സംസാരം കേട്ടാൽ നിങ്ങളൊരു നല്ല ഹൈ ഫാമിലിയിൽ നിന്നാണല്ലോ വരുന്നത് എന്നെനിക്ക് തോന്നുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്.
അപ്പം അക്കാലത്ത് ഒരു ക്ലാസ് എന്ന് പറയുന്നത് ഭയങ്കരമാണല്ലേ, സോഷ്യൽ ക്ലാസ്. അപ്പോൾ ഒരു സ്ത്രീക്ക് ഒരു പുരുഷനോട് സ്നേഹം പ്രകടിപ്പിക്കണമെങ്കിൽ സെയിം ക്ലാസ് ആയി കഴിഞ്ഞാൽ അവർക്ക് ഒത്തുചേരാൻ കഴിയുള്ളൂ. ചിലപ്പോൾ അത് ഉറപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഒലീവിയ ചോദിക്കുന്നത്, നിങ്ങളുടെ സംസാരം കേട്ടിട്ട് നിങ്ങളുടെ പാരൻസൊക്കെ ഒരു ഹൈ ക്ലാസ് ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ടല്ലോ, ഒരു അപ്പർ ക്ലാസ് ആണെന്ന് തോന്നുന്നുണ്ടല്ലോ എന്നൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ എന്ത് തന്നെ ആയിരുന്നാലും വയോള പറയുന്നു, ഡ്യൂക്ക് ഓഴ്സിനോടെ സ്നേഹം വളരെ തീവ്രമാണ്. ഞാനായിരുന്നെങ്കിൽ ഞാൻ അത് അക്സെപ്റ്റ് ചെയ്തേനെ, കാരണം അത്രമാത്രം തീവ്രതയോടുകൂടി നിഷ്കളങ്കമായിട്ടാണ് എൻ്റെ ഡ്യൂക്ക് നിങ്ങളോട് സ്നേഹം പ്രകടിപ്പിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നു, ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് ഒരു മഹത്തായ ഒരു സ്ക്രിപ്ചറിൽ നിന്നും, ഒരു വേദഗ്രന്ഥത്തിൽ നിന്നും കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഒലിവിയ ചോദിക്കും, ഏത് വേദഗ്രന്ഥമാണെന്ന് ചോദിക്കുമ്പോൾ അത് ഓഴ്സീനോ എന്ന വേദഗ്രന്ഥമാണ്. അതിലെ ആദ്യത്തെ ചാപ്റ്റർ, അദ്ദേഹത്തിൻ്റെ ഹൃദയം ആണ് ആ ഒരു വേദഗ്രന്ഥം, അതിലെ ആദ്യത്തെ ചാപ്റ്റർ ഒലീവിയാണ്. അപ്പോൾ ഒലീവിയെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ പറയാനാണ് ഞാൻ വന്നിട്ടുള്ളതെന്നൊക്കെ പറഞ്ഞ് കുറേ വേർഡ് പ്ലേ അവിടെ നടത്തുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒലീവിയക്ക് ഇഷ്ടപ്പെടുന്നു, ഓർസീനയല്ല. നമ്മുടെ സിസേറിയയുടെ സംസാരം ഒലീവിയ ഭയങ്കരമായിട്ട് സ്വാധീനിക്കുന്നുണ്ട്. അങ്ങനെ ഒലീവിയ ബിഗിൻസ് ടു ഷോ ഇൻട്രസ്റ്റ് ഇൻ വയോള ആസ് സിസേറിയ ഇൻ ദിസ് സീൻ. ഒലീവിയക്ക് സിസേറിയയുടെ ഒരു താല്പര്യം തോന്നുന്നു. അങ്ങനെ നേരത്തെ മുഖത്ത് ഇട്ടിരുന്ന ആ ഒരു വെയിൽ ഉയർത്തും. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കുക, തൻ്റെ ശബ്ദത്തിൽ നിന്നും പിൻവാങ്ങിയത് പോലെയാണ് നമ്മളത് മനസ്സിലാക്കേണ്ടത്, അല്ലേ? അപരിചിതരുടെ മുന്നിൽ ആ ഒരു വെയിൽ ധരിക്കുന്നത് ഞാൻ വിലാപത്തിലാണെന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മുടെ സിസോറിയുടെ മുന്നിൽ ആ ഒരു വെയിൽ ഉയർത്തണമെങ്കിൽ എനിക്ക് ആ ഒരു വിലാപത്തിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റി മാറിയിട്ടുണ്ട് എന്നൊരു സൂചന നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നു. ദെൻ ഒലീവിയ സിസോറിയോട് ഇൻട്രസ്റ്റ് കാണിക്കുന്നു, പക്ഷേ സ്റ്റിൽ ഇൻസിസ്റ്റ് ദാറ്റ് ഷീ കനോട്ട് ലവ് ഓഴ്സീനോ. ഞാൻ ഓഴ്സീനയെ സ്നേഹിക്കുന്നില്ല എന്നുള്ളത് ഉറപ്പിച്ചു പറയുകയും ചെയ്യുന്നു. അപ്പോൾ ഒലീവിയയുടെ മനസ്സിൽ ആരാണ് ഇപ്പോൾ ഉള്ളത്? സിസോറിയാണ് ഉള്ളത്. അപ്പോൾ അവിടെ ഒരു സ്നേഹം അവിടെ എസ്റ്റാബ്ലിഷ് ആയി. ദെൻ വയോളയെ അവിടെ നിന്ന് പറഞ്ഞേക്കുകയാണ്, സെൻറ്റ് അവേ അറ്റ് ലാസ്റ്റ് ആൻഡ് ഒലീവിയ ഹാസ് മാൽവോലിയ ഗോ ആഫ്റ്റർ വയോള വിത്ത് എ റിംഗ് ആൻഡ് ആൻ ഇൻവിറ്റേഷൻ ടു കം ബാക്ക് ടുമാറോ. അപ്പോൾ വയോളയെ അവിടെ നിന്ന് പറഞ്ഞേക്കുമ്പോൾ പൈസ കൊടുക്കുന്നുണ്ട്. ഈ മെസ്സേജായിട്ട് വന്നതിൽ നിനക്ക് പൈസ തരുന്നു എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ വയോള അത് സ്വീകരിക്കുന്നില്ല. ഞാൻ പണം വാങ്ങി മെസ്സേജ് തരാൻ വന്ന ആളല്ല, ഞാൻ എൻ്റെ മാസ്റ്ററിൻ്റെ ആ ഒരു മെസ്സേജ് വളരെ സിൻസിയറായിട്ട് വളരെ ലവബിളായിട്ട് നിങ്ങൾക്ക് കൈമാറാൻ വന്നു, എനിക്കതിന് പണമൊന്നും വേണ്ടാന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നുണ്ട്. ഈ സമയം ഒലീവിയക്ക് വീണ്ടും ഇയാളെ കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ അതിനു വേണ്ടി ഒരു ട്രിക്ക് പ്രയോഗിക്കുന്നു. മാൽവോലിയെ വിളിച്ചിട്ട് പറയും, ഇവിടെ നേരത്തെ വന്ന ആളുണ്ടല്ലോ, അയാൾ ഒരു റിങ് ഇവിടെ വെച്ചിട്ട് പോയി. അത് പക്ഷേ ഓഴ്സിനോടെ റിങ് ഞാൻ എടുക്കുന്നതിന് വേണ്ടി ഇവിടെ വെച്ചിട്ട് പോയതായിരിക്കാം, അതുകൊണ്ട് നീ ഇതുകൊണ്ട് അയാൾക്ക് തിരിച്ചേൽപ്പിക്കണം, നാളെ എന്നെ കാണാൻ വരണം എന്നും പറയണം. ഇത് പറഞ്ഞുകൊണ്ട് മാൽവോലിയെ പറഞ്ഞയക്കുന്നു. ഓക്കെ, ഇതാണ് ആക്ട് 1 നടന്നിട്ടുള്ള കാര്യങ്ങൾ. ഞാൻ വളരെ ചുരുക്കിയാണ് പറഞ്ഞിട്ടുള്ളത്, ഏകദേശം കാര്യങ്ങൾ ഉൾപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആക്ട് 1 എന്തൊക്കെ പറഞ്ഞു? നമ്മൾ ഓഴ്സീനോയും ഒലീവിയയും തമ്മിലുള്ള ബോണ്ടിങ്, അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹമില്ല. ഓഴ്സീനോ വളരെ അഗാധമായിട്ട് ഒലീവിയയെ സ്നേഹിക്കുന്നുണ്ട്. ദെൻ വയോള അവിടേക്ക് വരുന്നു, പുരുഷ രൂപത്തിലേക്ക് മാറുന്നു, സിസേറിയ ആകുന്നു, ഓഴ്സീനയുടെ വീട്ടിലെ ഒരു അറ്റൻഡറായി മാറുന്നു, ഓഴ്സീനയുടെ ഏറ്റവും വലിയൊരു വിശ്വസ്തനും സുഹൃത്തുമായിട്ട് മാറുന്നു. അങ്ങനെ നമ്മുടെ സിസേറിയയ്ക്ക് അഥവാ വയോളയ്ക്ക് ആരോട് സ്നേഹം തോന്നുന്നു? ഡ്യൂക്ക് ഓഴ്സീനയോട് സ്നേഹം തോന്നുന്നു. ഇനി സർ ടോബി തൻ്റെ സുഹൃത്തായ ആൻഡ്രിയയെ കൊണ്ട് ആരെ വിവാഹം കഴിപ്പിക്കാൻ ശ്രമിക്കുന്നു? ഒലീവിയയെ വിവാഹം കഴിപ്പിക്കാൻ ശ്രമിക്കുന്നു. ദെൻ വയോള സിസോറിയയുടെ രൂപത്തിൽ നമ്മുടെ ഒലീവിയയുടെ മുന്നിൽ പ്രണയാഭ്യർത്ഥനയുമായിട്ട്, ആർക്ക് വേണ്ടിയുള്ള, ഡ്യൂക്കിന് വേണ്ടിയുള്ള പ്രണയാഭ്യർത്ഥനയായിട്ട് വരുന്നു. എന്നാൽ ഒലീവിയ അത് സ്വീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല, നമ്മുടെ സിസേറിയയുടെ സംഭാഷണത്തിൽ വീണുകൊണ്ട് അയാളോടൊരു സ്നേഹം തോന്നി തുടങ്ങുന്നു. ഇതുവരെയാണ് നമ്മുടെ കഥ എത്തി നിൽക്കുന്നത്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ആക്ട് 2 ഡിസ്കസ് ചെയ്യും. സോ ഡിയേഴ്സ്, ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. കഴിയുന്നവർ ആ ഒരു കംപ്ലീറ്റ് പ്ലേ ഒന്ന് വായിച്ചു നോക്കുക. സോ ഡിയേഴ്സ്, അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും വിഷ് യു ഗുഡ് ലക്ക് ആൻഡ് ഗുഡ് ബൈ.